അനിയന്മാർ രാവിലെ ഓടാൻ പോണതിൻ്റെ കൂടെ ഗ്രൗണ്ടിൽ പോയി. ഗ്രൗണ്ടിൻ്റെ സൈഡിലൊരു ചെമ്പരത്തിമ നിറച്ച് പൂണ്ടായി കിടക്കാണ്. വേറെ ഒന്നും നോക്കിയില്ല, കുറച്ചുകൂടെ പറിച്ചെടുത്തു. ഹിബിസ്കസ് സബ്ദാരിഫ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന റോസല്ല എന്ന് പറയുന്ന ചെമ്പരത്തിയാണ് ചായ ഉണ്ടാക്കാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തിയുടെ തന്നെ കുറച്ചും കൂടി കളറ് കൂടിയൊരു വകഭേദമാണ്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള എല്ലാ ചെമ്പരത്തിയും ചെമ്പരത്തി ചായ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ റോസല്ലയുടെ അത്ര ആ ഒരു ഗുണവും ഫ്ലേവറും ഉണ്ടാവില്ല എന്ന് മാത്രം. ഇതിൻ്റെ ഇതളുകൾ ഊർത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി 4-5 ദിവസം തണലത്തിട്ട് ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് കാലം നമുക്കിതെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. കുടിക്കാൻ അത്ര രുചികരമായിട്ടുള്ളൊരു സാധനമൊന്നും അല്ലെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ചെമ്പരത്തി ചായക്കുണ്ട്. രക്തസമ്മർദ്ദവും ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ചെമ്പരത്തി ചായ സഹായിക്കും. അതുകൊണ്ട് തന്നെ ബിപിക്കും ഷുഗറിനും മരുന്ന് കഴിക്കുന്നവരും ഗർഭിണികളായിട്ടുള്ളവരും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരുപാട് അളവിൽ ചേർക്കാതെയും സ്ഥിരമായിട്ടും ഉപയോഗിക്കാതിരുന്ന ഈ സാധനം നല്ലതാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതിനും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഐസ് ഇട്ട് തേനോ നാരങ്ങയോ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്.